നടി ഉർവശിക്ക് അൽഷിമേഴ്സ്. എന്താ കഥ? മനുഷ്യനല്ലേ, എപ്പോഴാണ് എന്താണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. വരാനുള്ളത് വഴി തങ്ങുകയുമില്ല. ഇന്നലെയായിരുന്നു കേന്ദ്ര സിനിമാ അവാർഡുകൾ വിതരണം ചെയ്തത്. നമുക്കറിയാം, 2 ദിവസം മുമ്പേ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കേരളത്തിൽ വലിയ ആഘോഷമായിരുന്നു. കേന്ദ്ര സിനിമാ അവാർഡുകളിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ മോഹൻലാലിന് ലഭിച്ചു. 2 ദിവസം മുമ്പ് പ്രഖ്യാപനം വന്നത് മുതൽ വലിയ ആഘോഷങ്ങളായിരുന്നു കേരളത്തിലെമ്പാടും. നമ്മൾ ഇന്നലെ കണ്ടതുമാണ് അദ്ദേഹത്തിനെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് OG എന്ന് വിളിച്ച് ക്ഷണിച്ചത്. OG എന്നാൽ ഒറിജിനൽ ഗാങ്സ്റ്റർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെയാണ് അത്ര വിശേഷണം. അപ്പൊ അങ്ങനെ വിളിച്ച് അദ്ദേഹം മോഹൻലാലിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് നമ്മൾ കണ്ടതാണ്. സാക്ഷാൽ ഷാറൂഖ് ഖാനെ സാക്ഷി നിർത്തിക്കൊണ്ട് സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു മോഹൻലാലിന് വേണ്ടി. മോഹൻലാലിന്റെ നടനെ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു, ആദരിക്കുകയായിരുന്നു. പരമോന്നതമായ അവാർഡ് മോഹൻലാലിന് അങ്ങനെ ലഭിക്കുകയുണ്ടായി. ഇനി ഭാരത് രത്നയും പത്മവിഭൂഷണും മാത്രമാണ് ആ മനുഷ്യൻ നേടാൻ ബാക്കിയുള്ളതായുള്ളത്. എന്തായാലും അതിനിടയ്ക്കാണ് ഉർവശിയുടെ ഈ ഒരു അൽഷിമേഴ്സ് രോഗത്തിനെ പറ്റി കേൾക്കുന്നത്. മറവി രോഗം, അൽഷിമേർ എന്ന മറവി രോഗം. തന്മാത്ര സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഒരു രോഗമില്ലേ, അതാണ് അൽഷിമേഴ്സ് രോഗം. സംഭവം ഉർവശി വരില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഉർവശി വന്നു, അവാർഡ് വാങ്ങി. മികച്ച സഹനടിക്കുള്ള അവാർഡാണ് ഉള്ളൊഴുക്ക് സിനിമയിൽ. അപ്പോൾ ഉർവശി വന്നു, മികച്ച സഹനടിക്കുള്ള അവാർഡ് വാങ്ങിച്ചു. ഉള്ളൊഴുക്ക് സിനിമയിൽ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, മോഹൻലാൽ എന്ന പേരിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ യോഗ്യതയുള്ള ഒരു നടിയാണ് ഉർവശി എന്നത്. ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് ഉർവശി. പക്ഷേ ഉർവശിക്ക് ജീവിതത്തിലും അഭിനയിക്കാൻ അറിയാം എന്നുള്ളതാണ് മോഹൻലാലിൽ നിന്ന് ഉർവശിയെ വ്യത്യസ്തയാക്കുന്നത്. മാധ്യമങ്ങൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമങ്ങളിൽ ഉർവശി വന്നിരുന്നത് സംസാരിച്ചതെല്ലാം നമ്മൾ കേട്ടതാണ്. അതായത് മികച്ച സഹനടിക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉർവശി വന്നിരുന്നു പറഞ്ഞു, അതായത് ഈ അവാർഡ് എന്ന് പറയുന്നത്, ഈ മികച്ച നടി എന്നുള്ള അവാർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മികച്ച സഹനടി എന്നുള്ള അവാർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആ സിനിമയിൽ കാഴ്ചവെച്ച അഭിനയം, അതായത് സഹനടി എന്ന് പറയുന്നത് എന്തോ ഒരു തരം താഴ്ന്ന അവാർഡാണ് എന്നുള്ള രീതിയിലായിരുന്നു ഉർവശി സംസാരിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുന്നേ അലൻസിയറിന് അവാർഡ് കിട്ടിയിരുന്നു. നടൻ അലൻസിയറിന്. അദ്ദേഹം കുപ്രസിദ്ധിയേറ്റ ഒരു മലയാള നടനാണ്. അറിയാം, ചില മീറ്റു കേസുകളിലൊക്കെ പെട്ട് ചില നടിമാർ ചില പീഡന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരു നടനാണ് ഈ അലൻസിയർ എന്ന് പറയുന്നത്. അലൻസിയർ ഒരുപാട് വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയ സമയത്ത്, സംസ്ഥാന അവാർഡ് കിട്ടിയ സമയത്ത് അലൻസിയർ പറയുകയുണ്ടായി, ഇത് എന്തുകൊണ്ടാണ് സ്ത്രീയുടെ രൂപമാണ് ഈ അവാർഡിന്, എനിക്കത് പറ്റില്ല, എനിക്ക് സ്ത്രീയുടെ രൂപം കണ്ടാൽ വികാരം ഉണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അലൻസിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നടനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് മികച്ച സ്വഭാവ നടന്റെ അവാർഡായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തുകൊണ്ടാണ് എന്താണ് ഈ സ്വഭാവ നടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാക്കിയുള്ള നടനൊക്കെ സ്വഭാവമില്ലാത്ത നടന്മാരാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇത്തരത്തിലുള്ള അവാർഡ് ടൈറ്റിലുകൾ, അതായത് മികച്ച സ്വഭാവ നടൻ, മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച അത്തരത്തിലുള്ള. അപ്പോൾ ഇത് ഒരുപാട് പേർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉർവശിയും ചോദ്യം ചെയ്യുന്നത് സഹനടിയായി പോയതിലുള്ള വിഷമം അവർക്ക് നന്നായി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്താണ് ഈ സഹനടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉർവശി ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, പാശ്ചാത്യ ലോകത്തൊക്കെ അവിടെ ഓസ്കാറുകളിലും മറ്റ് അവാർഡ്, ഗ്രാമി അവാർഡ്സ് അതുപോലെയുള്ള അവാർഡുകളിലൊക്കെ, ഗ്രാമി അവാർഡ്സ് അല്ല, ഓസ്കാർ അവാർഡുകളും ഈ ഗോൾഡൻ ഗ്ലോബ് അങ്ങനെയുള്ള അവാർഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നടൻ എന്ന് പറയുന്നത് മികച്ച നടൻ എന്ന് പറയാറില്ല, മികച്ച സഹനടൻ എന്ന് പറയാറില്ല. അതായത് അവിടെ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ, ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ എന്നാണ് പറയുന്നത്. അതായത് അവിടെ സഹ നടൻ എന്ന് പറയില്ല, സഹ കഥാപാത്രം എന്നാണ് പറയുന്നത്. അതായത് ഒരു സഹ കഥാപാത്ര റോളിലുള്ള മികച്ച നടൻ, ഒരു കേന്ദ്ര കഥാപാത്ര റോളിലുള്ള മികച്ച നടൻ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മികച്ച നടൻ തന്നെ ആവുകയാണ്, മികച്ച നടി തന്നെ ആവുകയാണ്. കഥാപാത്രത്തിലാണ് സഹ വരുന്നതും കേന്ദ്രം വരുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇവിടെ അങ്ങനെയല്ല, നടനിൽ തന്നെ സഹ ചേർക്കുന്നത് കൊണ്ടും സ്വഭാവ ചേർക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇവരുടെ ഉള്ള പ്രശ്നം. ഇവർ അതിൽ തരം താഴ്ന്നു പോകുന്നു, ഇവരെ ഒരു 2ാം നിരക്കാരായി പോകുന്നു എന്നുള്ള വിഷമം അവിടെ ഉണ്ടാവുകയാണ്.
അപ്പോൾ എന്തായാലും അത് ടൈറ്റിൽ മാറ്റണമെന്നുള്ള ഉർവശിയുടെ ആ ഒരു ഒരു കാര്യത്തിനോട് യോജിക്കുന്നു. അത്തരത്തിലൊരു ഇങ്ങനെ, അതായത് അവിടെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ, ഒരു കേന്ദ്ര കഥാപാത്രത്തിലെ മികച്ച നടി, സഹകഥാപാത്രത്തിലെ മികച്ച നടി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കഥാപാത്രത്തിലെ ചെയ്ത മികച്ച നടൻ, ഇങ്ങനെ അങ്ങനെ കൊണ്ടുവരുന്നത് വളരെ ഉചിതമായിരിക്കും. അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പുകിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അവന് നല്ല രീതിയിൽ ഏറ്റുപിടിച്ചു. അത് ഇവിടെ നല്ല ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കിടന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഉർവശി എന്ന് പറയും, നടി ഉർവശി വരുന്നു. അപ്പോൾ അന്ന് നമുക്കറിയാം കേരള സ്റ്റോറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കേന്ദ്ര അവാർഡിനെ പറ്റി, കേന്ദ്ര അവാർഡിനെ പറ്റിയൊക്കെ വലിയ സംശയങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉർവശിയുടെ ഈ പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പറയേണ്ടത് ഈ ഉർവശി ഇനി നമുക്ക് ഉർവശിയുടെ അൽഷിമേഴ്സിനെ പറ്റി സംസാരിക്കാം. അതായത് 2005 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഉർവശി മറന്നുപോയിരിക്കുകയാണ്. അതായത് 2005 അച്ചുവിൻ്റെ അമ്മ, 2004 അച്ചുവിൻ്റെ അമ്മ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിന് അവാർഡ് പ്രഖ്യാപനം 2005 ഉർവശിക്ക് അന്ന് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടി. സംസ്ഥാന അവാർഡാണ്, കേന്ദ്രത്തിൻ്റെ അവാർഡല്ല കേട്ടോ. അപ്പോൾ ആ അവാർഡ് കിട്ടിയപ്പോൾ ഉർവശി യാതൊരു പരാതിയും പരിഭവവുമില്ലാതെ ആ അവാർഡ് പോയി സ്വീകരിച്ചു. ഓർക്കണം, അന്ന് 20 വർഷം ചെറുപ്പമായിട്ടുള്ള ഒരു ഉർവശിയാണ്. അന്ന് അവർക്ക് യാതൊരു പരാതിയും പരിഭവവുമില്ലായിരുന്നു. അന്ന് ഇവർ അവാർഡ് പോയി സ്വീകരിച്ചു. എന്നിട്ട് കേന്ദ്ര അവാർഡ് കിട്ടിയപ്പോഴാണ് ഇപ്പോൾ പരിഭവവും പരാതിയും. അന്ന് ഇവർക്ക് ഈ മികച്ച സഹനടി എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഇന്നാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഉർവശിക്ക് അൽഷിമേഴ്സ് ബാധിക്കൂ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ 20 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ അവർക്ക് ഓർമ്മയിലുണ്ടായിരിക്കേണ്ടതില്ലേ? അപ്പോൾ അന്ന് ഇല്ലാത്ത പരാതി ഇന്ന് വരുന്നത് ഉർവശി ഇതിന് രാഷ്ട്രീയ മാനം കൊടുക്കുന്നത് തന്നെയാണ്, രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അന്ന് ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചത് ഉർവശി ഈ അവാർഡ് വാങ്ങിക്കാൻ വരില്ല, ഒരു പ്രതിഷേധമായി വരില്ല എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ ഉർവശി വന്ന് അവാർഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം കേന്ദ്രം നൽകുന്ന ഒരു അവാർഡ്, നിങ്ങളുടെ രാജ്യം തരുന്ന ബഹുമതി വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ ഇറക്കി ഒരു ഷോ കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയാലോ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ഏറ്റുപിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണല്ലോ. എന്തായാലും ആ അവാർഡ് എന്തായാലും ചിരിച്ചുകൊണ്ട് തന്നെ ഉർവശി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്ന കാര്യവും പറഞ്ഞ് പുകിലുണ്ടാക്കിയിട്ടുണ്ട്. 2017 ഇവിടെ നിന്ന് പോയ ചലച്ചിത്ര പ്രവർത്തകർ 2017 കേന്ദ്ര അവാർഡ് വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു വലിയ ബഹളമുണ്ടാക്കി. അതായത് പ്രസിഡന്റ് അന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രണബ് മുഖർജിയാണെന്നാണ് ഓർമ്മ. പ്രണബ് മുഖർജിക്ക് എന്തോ ശാരീരിക വയ്യായ്മ ഉണ്ടായതിനെ തുടർന്ന് അന്നത്തെ സിനിമാ മന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയാണ് അവാർഡ് വിതരണം ചെയ്തത്. അപ്പോൾ സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനല്ല നമ്മൾ ഇവിടെ വന്നത്, നമ്മൾ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് ഈ അവാർഡ് വാങ്ങിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഫഹദ് ഫാസിൽ, പാർവതി തിരുവത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ അന്ന് ഈ അവാർഡാണ് ചടങ്ങ് ബഹിഷ്കരിച്ച് പോവുകയുണ്ടായി. പക്ഷേ യേശുദാസ് അങ്ങനെ മറ്റു ചിലർ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് പേർ മാത്രം അവിടെ തുടരുകയുണ്ടായി. എന്നിട്ട് യേശുദാസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് വൻ സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. യേശുദാസിനെയൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും ട്രോളുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡ് വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ രാജ്യം നൽകുന്ന അവാർഡ് വാങ്ങിക്കാൻ അദ്ദേഹം അവിടെ തുടർന്നു എന്നുള്ളതിലാണ് ഈ ആക്ഷേപമൊക്കെ നേരിടുന്ന ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം എന്തായാലും അവിടെ നിന്ന് അവാർഡ് വാങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ പോസ്റ്റ് ചെയ്തു. ആ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ആക്ഷേപിക്കുന്നുണ്ട്. യേശുദാസിനെ അറ്റത്ത് നിർത്തി, സൈഡിൽ നിർത്തി, നാണമുണ്ടോ യേശുദാസെ സൈഡിൽ പോയി നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്യം തരുന്ന ബഹുമതിയിൽ എപ്പോഴും നമ്മൾ നടുക്ക് തന്നെ വേണം, നമുക്ക് തന്നെ എപ്പോഴും ശ്രദ്ധ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കണം എന്നുള്ള പരിപാടി അന്നത്തോടെ നിർത്തിവെച്ചതാണ്. കാരണം ഈ സിനിമാക്കാരെന്ന് പറയുന്നത് സിനിമാക്കാർക്കുള്ള യോഗ്യതയുള്ള ഒരുപാട് പേര്, അതായത് കൃഷിക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, സൈനികർ ഒക്കെ ഉണ്ട്. അവർക്കാണ് പ്രസിഡന്റിന് ഇതുപോലുള്ള അവാർഡുകൾ വാങ്ങിക്കാനുള്ള യോഗ്യത കൂടുതൽ. അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോൾ സിനിമാക്കാർ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ്. അപ്പോൾ ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെ അവാർഡ് കിട്ടാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ദ്രൗപദി മുർമു വന്നതിന് ശേഷമാണ് പിന്നീട് ഈ പരിപാടി വീണ്ടും ആരംഭിച്ചത്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നോക്കക്കാരി ആയതുകൊണ്ടാണ് മാറ്റി നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ കോലാഹലങ്ങൾ ഇവർ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള അവാർഡ് ദാനം, അതായത് സിനിമാക്കാർക്ക് അവാർഡ് ദാനം പ്രസിഡന്റ് നൽകുന്നതിന് ആ ഒരു പരിപാടി വീണ്ടും പുനരാരംഭിച്ചത്. എന്തായാലും പ്രസിഡന്റ്
ഈ പ്രസിഡന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ദ്രൗപദി മുർമുവിനെ കൊണ്ട് ഈ അവാർഡ് കൊടുപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജാതിയും മതവും കയറ്റി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതിനൊന്നും അനുവദിക്കാതെ ദ്രൗപദി മുർമു വന്ന വർഷം, അതേ വർഷം തന്നെയാണ് നമുക്കറിയാം നഞ്ചിയമ്മ എന്ന് പറയുന്ന അയ്യപ്പനും കോശിയിലെ എന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയ ഒരു വയസ്സായ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്, അവർക്ക് അവാർഡ് നൽകിക്കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഒരു നഞ്ചിയമ്മ എന്ന് പറയുന്നത് ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ്, ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീ, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര രാജ്യത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് ദ്രൗപദി മുർമു എന്ന പ്രസിഡന്റ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് അവാർഡ് ദാനം ചെയ്യുന്ന, സിനിമാക്കാർക്ക് അവാർഡ് ദാനം ചെയ്യുന്ന ആ ഒരു പരിപാടി തുടർന്ന് വന്നു, ആ ഒരു ഏർപ്പാട് തുടർന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും നമ്മളത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് ഈ പറയുന്ന യോഗ്യത എന്ത് യോഗ്യതയാണ് സിനിമാക്കാർക്ക് ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിക്കുമ്പോൾ അത് പരമോന്നതമായ ഒരു അവാർഡാണ്. അതുകൊണ്ട് അത് പ്രസിഡന്റ് കൊടുക്കുന്നത് തെറ്റില്ല. അല്ലാതെ സാധാരണ എല്ലാ വർഷവും മികച്ച നടൻ, മികച്ച നടി എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നവർക്ക് അവാർഡ് കൊടുക്കേണ്ട, പ്രസിഡന്റ് വന്ന അവാർഡ് കൊടുക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രയ്ക്കൊന്നും അതിനൊന്നുമുള്ളൊരു കൊമ്പൊന്നും സിനിമാക്കാർക്കില്ല. അത് സിനിമാക്കാർ മനസ്സിലാക്കണം. എന്തായാലും ഉർവശിയുടെ ഇതുപോലെയുള്ള ഇരട്ടത്താപ്പിൽ നിന്ന്, അതായത് ഈ പ്രഖ്യാപനം, ഈ അവാർഡ് പ്രഖ്യാപനം നടന്ന സമയത്ത് ഉർവശിയുടെ ഡയലോഗ് കേട്ടപ്പോൾ വിചാരിച്ചു അവാർഡ് പോയി വാങ്ങിക്കില്ല, അവാർഡ് നിരസിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ചുമ്മാ അതെല്ലാം ഒരു തരത്തിലുള്ള ഷോ മാത്രമായിരുന്നു. ഉർവശി പോയി ചിരിച്ചുകൊണ്ട് തന്നെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അൽഷിമേഷ്യസിൽ നിന്ന് ഉർവശിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ കഴിയട്ടെ.